വേനൽക്കാലത്തിൻ്റെ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 മാസമായിട്ട് നമ്മുടെ വേനൽക്കാലത്തിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. മാത്രമല്ല ഈ വേനൽക്കാലത്ത് നമ്മുടെ ചൂടുള്ള ഈ ഒരു സമയത്തിന് ചൂടാക്കാൻ പറ്റിയ വിഭവങ്ങളും അത്തരം സ്മൂത്തീസും ഫ്രഷ് ജ്യൂസും മിൽക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസും ഒക്കെയാണ് നമ്മൾ പല രീതിയിൽ പല എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. കാര്യം ഒരുപാട് വ്യത്യസ്തമല്ലെങ്കിലും കുറച്ച് വ്യത്യസ്തമായ എന്നാൽ ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റുന്നത് ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ ചേർക്കുന്നത്. എന്തായിരിക്കും ഇതൊരു ഐസ്ക്രീമാണ്. ഇത് ഒരു ഐസ്ക്രീം അല്ല, ഒന്ന് കൂടുതൽ ഐസ്ക്രീമാണ്. ഐസ്ക്രീംസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാങ്ങാനാണ് മതി. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് പല രീതിയിൽ. മാജിക് കമ്പനിയിൽ തന്നെ പലതരം ഐസ്ക്രീംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഇത് കുറച്ചുകൂടിയൊക്കെ എളുപ്പത്തിലുള്ള ഐസ്ക്രീംസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ്. ഇതൊരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്. ഇത് വളരെ എളുപ്പത്തിൽ പറയുന്ന ഒരു സിമ്പിൾ ഹോം മെയ്ഡ് ഐസ്ക്രീം എന്ന് പറയാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ പല പല ഫ്ലേവേഴ്സ് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനൊരു ബേസ് ആയിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ബേസ് ഐസ്ക്രീം. എന്നിട്ട് അതിൽ പല ഫ്ലേവേഴ്സ് കൊടുത്തിട്ട് ഒരു 4 തരം ഐസ്ക്രീം അപ്പോൾ ഈ 4 തരം ഐസ്ക്രീംസ് എന്ന് പറയുന്നത് 4 തരം ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. ബേസ് ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്ന് നമ്മൾ മാംഗോ ഐസ്ക്രീം, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം നമ്മൾ ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീം. ഇതൊക്കെ തന്നെ ഫ്ലേവേഴ്സ് നമ്മൾ പലപ്പോഴും വാങ്ങി കഴിക്കുന്നതാണ് പല ബ്രാൻഡിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസ് ആൻഡ് ഐസ്ക്രീം, കുക്കീസ് ആൻഡ് നട്ട്സ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മറ്റൊരു കാര്യം സ്ട്രോബെറി ഐസ്ക്രീം. എങ്ങനെയാണോ സ്ട്രോബെറി ആൻഡ് ഹണി ആണെങ്കിലും അല്ലെങ്കിൽ മാംഗോ ആൻഡ് ഹണി ആണെങ്കിലും എങ്ങനെ വേരിയേഷൻസ് ആയിട്ട് വേണമെങ്കിൽ സാധിക്കും പലതരം ഐസ്ക്രീംസ്. അപ്പോൾ നമ്മളൊരു ബേസ് ഐസ്ക്രീമാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു നമ്മൾ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബേസ് ഐസ്ക്രീമിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അതായത് എന്ത് ഫ്ലേവറുകളും ആ ഫ്ലേവറിന് ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം വേവിക്കാനുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം, അല്ലെങ്കിൽ പ്യൂറി ചെയ്തെടുക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രോബെറി ഐസ്ക്രീമിന് വേണ്ട സ്ട്രോബെറി പ്യൂറി തയ്യാറാക്കാൻ പോകും. അപ്പോൾ സ്ട്രോബെറീസ് ഞാനിവിടെ ചെയ്യുന്നത് 6-7 സ്ട്രോബെറീസ്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യുന്നത്. സ്ട്രോബെറീസിനെ വലിയ കഷ്ണങ്ങളൊക്കെ മുറിക്കുക. എന്നിട്ട് ഒരല്പം വെള്ളവും ഇച്ചിരി പഞ്ചസാരയും ചേർത്തിട്ട് വേവിക്കുക. അപ്പോൾ അതിന് കുറച്ച് കിട്ടും. അപ്പോൾ അതാണ് എന്നിട്ടാണ് നമ്മളൊന്ന് പ്യൂറി ചെയ്തെടുക്കുന്നത്. ഒന്ന് ബ്ലെൻഡറിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഐസ്ക്രീമിന് വേണ്ട ഇപ്പോൾ ബേസ് ഐസ്ക്രീം കൂടാതെ സ്ട്രോബെറി ഐസ്ക്രീമിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്? സ്ട്രോബെറി 7-8 എണ്ണം കഷ്ണങ്ങളാക്കിയത്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, സ്ട്രോബെറി എസൻസ് 1/4 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്, തയ്യാറാക്കിയ സിമ്പിൾ ഐസ്ക്രീം 2 കപ്പ്. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് സ്ട്രോബെറീസ് കഷ്ണങ്ങളാക്കിയ സ്ട്രോബെറീസ് ഇതൊരു 6-7 സ്ട്രോബെറീസ് ഒരല്പം ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സ്ട്രോബെറിക്ക് തന്നെ പുളിയുണ്ടാവും. മധുരം ഉണ്ടെങ്കിലും പുളിയാണ് അതിനെ കൊണ്ടിട്ട് അത്രയും റൈപ്പ് അല്ല കൊണ്ടുവരും. നമുക്കെപ്പോഴും വാങ്ങാൻ കിട്ടുന്നത് ഭയങ്കര പഴുത്തല്ലല്ലോ, ഒരു ചെറിയൊരു പുളിയുള്ള ഒരു സ്ട്രോബെറിയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം പഞ്ചസാര നമ്മൾ ചേർക്കും. അപ്പോൾ നന്നായിട്ട് തള വന്നു. സ്ട്രോബെറീസ് എല്ലാം ചെറുതായി എല്ലാം തുടങ്ങുന്ന സ്റ്റേജിൽ നമ്മൾ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ അളവ് കിട്ടും. എത്ര പഞ്ചസാര വേണോ ഇത് ചെറിയ കളറായിട്ട് മാറും. അപ്പോൾ സ്ട്രോബെറീസ് നന്നായിട്ട് വെന്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഷുഗർ സിറപ്പിൽ കിടന്നത് പഞ്ചസാര ആയിരുന്നു. ഇനി ഇത് കുറച്ചുകൂടി അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ട് ഒരല്പം തണുക്കാനായിട്ട് നമ്മളിത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലെൻഡറിൽ ഭയങ്കര എന്താ പറയുക ഫൈനായിട്ട് അരയണം, നന്നായിട്ട് അരയണമെന്നില്ല, വെറുതെപ്പായിട്ട് അരച്ചെടുക്കാം. അങ്ങനത്തെ പ്യൂറിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ സ്ട്രോബെറീസ് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റാൻ പോകുന്നു. വേറെ പാത്രത്തിലേക്ക് അല്പം ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്യൂറി ചെയ്യാം. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത കാര്യം നമ്മൾ ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീമിന് വേണ്ട ഫിഗിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീമിന് വേണ്ട ചേരുവകൾ ബേസ് ഐസ്ക്രീം കൂടാതെ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം. ഉണങ്ങിയ അത്തിപ്പഴം അഥവാ ഫിഗ്സ് 8 എണ്ണം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വെള്ളം 1/2 കപ്പ്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, തേൻ 2 ടേബിൾ സ്പൂൺ, തയ്യാറാക്കിയ സിമ്പിൾ ഐസ്ക്രീം
2 കപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ഫിഗ് ആൻഡ് ഹണി ഐസ്ക്രീമിന് വേണ്ട ഫിഗ് ഇതുപോലെ തന്നെ പ്യൂറി ചെയ്യാനായിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ഫിഗ്സ് എടുക്കുക. ഫിഗ്സ് ഏതാണ്ട് ഒരു 1/4 കപ്പോ 1/2 കപ്പോളം ഫിഗ്സ് എടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് ഫിഗിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അത്തിപ്പഴമാണ് ഫിഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈഡ് ഫോമിൽ അത് ഉണങ്ങിയ അത്തിപ്പഴം നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് വേണ്ടത്. വലിയ കഷ്ണങ്ങളായിട്ട് ഒരുപാട് ചെറുതാക്കണമെന്നില്ല. വലിയ കഷ്ണങ്ങളായിട്ട് വെച്ചിടാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ പോലെ കുറച്ച് വെള്ളം വേകാൻ ആവശ്യമായ ഇതൊന്ന് വെച്ച് തുടങ്ങുമ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല ടെൻഡറാക്കി ചെന്ന് നല്ല സോഫ്റ്റ് അതൊന്ന് നല്ല നെസുള്ള രീതിയിൽ വെന്ത് കഴിയണം. അത് നമ്മൾ പാത്രത്തിലേക്ക് സ്റ്റീവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫിഗ് ആൻഡ് ഹണിക്ക് വേണ്ട പ്രധാന കാര്യം. അപ്പോൾ നമ്മുടെ ഫിഗ് ഇങ്ങനെ കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് തുടങ്ങി. ഇനി ഇതിൽ കുറച്ച് പഞ്ചസാര. അത് ഒരുപാടൊന്നും വേണ്ട. ഫിഗിന് ഇത്ര മധുരമുണ്ട്. കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ മതിയാവും. ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് കുറച്ച് തീയിലാവട്ടെ. നമ്മളല്പം ചാറ് ബാക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഉണ്ട്. പിന്നെന്താ നമ്മുടെ ഫിഗ്സ് ഉണ്ട്. അതായത് അത്തിപ്പഴമുണ്ട്. പിന്നെ നമ്മൾക്ക് അരി വെച്ചിരിക്കുന്ന മാമ്പഴമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് നമുക്ക് അരയ്ക്കണം. അതിന് നമുക്ക് എന്താ ചെയ്യാം? ഒരു ബ്ലെൻഡറിലേക്ക് ആദ്യം സ്ട്രോബെറീസ് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാട് ടേസ്റ്റി ആകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക തരിതരിപ്പായിട്ട് ആ രീതിയിൽ കുറുക്കിയ ഒരു നമുക്ക് സ്ട്രോബെറി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്ട്രോബെറി പ്യൂരിയുടെ റെഡിയായിട്ട് ഇനി അടുത്ത നമ്മൾ ഫിഗ്സ് ആണ് ഇതിനെ അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ ഫിഗ്സ് പ്യൂരിയായിട്ട് മാറ്റാൻ പോവാം. അപ്പോൾ നമ്മൾ ഫിഗ്സിനകത്തേക്കാക്കി ഇനി നമ്മളത് ബ്ലെൻഡ് ചെയ്ത് സോഫ്റ്റ് ആക്കുന്നത് തന്നെ വേവിക്കുന്നത് തന്നെ നമ്മൾ അതിന് എഴുതണം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ബേസ് ഐസ്ക്രീം 2 കപ്പ്. ഇനി അടുത്ത് നമ്മൾ മാംഗോ മാങ്ങയുടെ കഷ്ണങ്ങളും
ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മധുരം ചേർക്കുന്നു. പക്ഷേ അല്ലാണ്ട് തന്നെ നല്ല മധുരമുള്ള മാങ്ങ കിട്ടി തുടങ്ങിയാൽ പിന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഇത് നല്ലൊരു പ്യൂരിയായിട്ട് ജോലിയില്ല. ഹാൻഡ് ബ്ലണ്ടർ ആണെങ്കിൽ നമ്മൾ കൈ വെച്ചിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. സ്റ്റാൻഡ് മിക്സർ ആകുമ്പോൾ അതും എളുപ്പം. ഞാനിങ്ങനെ വെറുതെ നോക്കി നിന്നാൽ മാത്രം മതി. നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഏതാണ്ട് നന്നായിട്ട് പതഞ്ഞ് എന്നിട്ട് ഒരു ചെറിയ സ്പീഡിൽ, ഒരുപാട് വലിയ സ്പീഡിലല്ല, വളരെ ലോ സ്പീഡിൽ ഒന്ന് ചെറുതായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിക്കാം. ഒരു കൈ കൂടി ചേർക്കാം. ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ്, ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് തന്നെ പറയാം. 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്.
നമ്മളുടെ പ്യുവർ സ്ട്രോബെറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം സ്ട്രോബെറി എസൻസ് വേണമെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ്, കുറച്ചുകൂടി നല്ലത് സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം റെഡി. ചേരുവകൾ: ഓറിയോ ബിസ്ക്കറ്റ് 6-7 എണ്ണം ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചെടുക്കുക, വാനില എസൻസ് 1/4 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 25 ഗ്രാം, സിമ്പിൾ ഐസ്ക്രീം 2 കപ്പ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലേവർ നമ്മുടെ കുക്കീസ് ആൻഡ് ഐസ്ക്രീം എടുക്കുന്നു. നമ്മുടെ അതിനോടൊപ്പം ഒരൽപ്പം വാനില എസൻസ്, അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന കുക്കീസ് നമ്മൾ ചേർക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് അതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കുക, ഒന്ന് ക്രഷ് ചെയ്ത് ഓറിയോ ബിസ്ക്കറ്റ് അത് ഇഷ്ടാനുസരണം ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 25 ഗ്രാം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അത്തരം ഐസ്ക്രീംസ്. കാര്യം അതിൽ കുറേ എന്താ പറയുക ലിക്വിഡ് ഗ്ലൂക്കോസ് പോലെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ചേർക്കണം. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം തയ്യാറാക്കാം. സ്വാദിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇത്
അത് എക്സാക്ട്ലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഐസ്ക്രീമിൻ്റെ അതേ സ്വാദ് തന്നെയായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫിഗ് ആൻഡ് ഹണി എടുത്ത് കഴിച്ചാൽ ആ ഫിഗ് ആൻഡ് ഹണിയുടെ ഫ്ലേവർ തന്നെയായിരിക്കും. സ്ട്രോബെറി ആണെങ്കിൽ നാച്ചുറൽ സ്ട്രോബെറി ഉപയോഗിച്ച് നമ്മൾ ചെയ്തതുകൊണ്ട് ആ സ്ട്രോബെറി ഫ്ലേവർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ മാംഗോ, നാച്ചുറലായിട്ടുള്ള മാംഗോ രീതി ചേർത്ത് ചെയ്താണ് മാങ്ങയുടെ ആ സ്വാദ് തന്നെയാണ് നമ്മുടെ വായിലേക്ക് വരുന്നത്. അപ്പോൾ ഏത് തരം ഫ്ലേവറിലും ചെയ്യാം. എന്തായാലും ഒരു ബേസ് ഐസ്ക്രീം തയ്യാറാക്കുക, അതിനോടൊപ്പം വ്യത്യസ്തമായ ഈ ഫ്ലേവേഴ്സ് കൊടുത്തിട്ട് നല്ല നല്ല ഫ്ലേവേഴ്സ്